ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു. ഞങ്ങൾ നമ്മുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ വീഡിയോ ആണ്. ഇമ്മിന് വലിയൊരു പെട്ടി അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഉമ്മണി വലിയ പെട്ടി പറഞ്ഞപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുണ്ടാവും നമ്മൾ സാധാരണ അൺബോക്സ് ചെയ്യുന്ന ചെറിയ ഫ്ലിപ്കാർട്ടിൻ്റെ മീഷോൻ്റെ ബോക്സ് ഒന്നും അല്ല എന്നുള്ളതിൽ. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ നമ്മൾ സൗദിയിൽ നിന്ന് നമ്മൾ കെട്ടിയവങ്ങൾക്ക് ഒരു കൊറിയർ അയച്ചു തന്നതാണ് കേട്ടോ. കൊറിയർ അയച്ചു കാരണം മൂപ്പരെ റൂമിൽ നിന്ന് ഒരാൾ വന്നപ്പോൾ എമർജൻസി ആയിട്ട് ലീവ് അടിച്ചിട്ട് നാട്ടിൽ വന്നപ്പോൾ ഒരിടത്ത് കൊടുത്തു വിട്ട സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ മക്കൾ സ്കൂൾ വരുന്നതിന് മുമ്പായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു വന്നിട്ട് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഈ നായക്കുട്ടി അപ്പോൾ തൊട്ടിട്ട് ഭയങ്കര കൗതുകത്തിലാണ് ഇതിൽ എന്താവും സാധനങ്ങൾ എന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഗൾഫ് പൊട്ടി അൺബോക്സ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ തുറന്നു നോക്കുന്ന സമയത്ത് ഇതാ ഫസ്റ്റ് തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾക്ക് കിട്ടി കേട്ടോ. ഫസ്റ്റ് തന്നെ ഒരു ബൊമ്മ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്, കുട്ടികളല്ലേ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതെടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ അവൾക്ക് സംഭവം മനസ്സിലായി. കാരണം അവളെ വാവ വിളിക്കുന്ന സമയത്ത് വാവ എന്ന് പറഞ്ഞാൽ വാപ്പച്ചിനെ വാവ എന്നിട്ട് വിളിക്കുമ്പോൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ കാണിച്ചു കൊടുക്കുന്ന സാധനമാണ് അവൾക്ക് മനസ്സിലായിട്ടോ. പിന്നെ കിട്ടിയത് നമുക്കൊരു ബോക്സാണ്. അതിൽ നമ്മളെ ക്രീമും അതൊക്കെ തേച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ തന്നെ കേട്ടോ. അപ്പോൾ അത് 2 ബോക്സ് ഉണ്ടായിരുന്നത്. ഒന്നിൽ മറ്റേ നമ്മൾ സാധാരണ ജാം തേച്ചിട്ടുള്ളതും ഒന്നിൽ ചോക്ലേറ്റ് തേച്ചിട്ടുള്ളതായിട്ടുള്ള ബ്രെഡ് കേട്ടോ. അപ്പോൾ 2 പാക്കറ്റ് ഇതാവുന്ന ഇതാണ്. പിന്നെ കുറേ നമ്മൾ ടിഷ്യൂ പേപ്പറുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടിയിൽ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. അത് വലിയ കൗതുകത്തോടെ ആകാംക്ഷയോടെ ഓർക്കേണ്ട സാധനങ്ങളൊന്നുമില്ല. അതാ ഒരു പാക്കറ്റ് മിഠായിൻ്റെ ഇനി ഒരു പാക്കറ്റ് മിഠായും കൂടി ഉള്ള ആകെ കൊടുത്തു വിട്ടിട്ട് കേട്ടോ. പിന്നെ അത് ഈത്തപ്പഴമാണ്. അത് ഒരു തോട്ടത്തിൽ നിന്ന് ഒരു നേരിട്ട് അറബി കൊടുത്തതാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുറച്ച് ഈത്തപ്പഴം ഉണ്ടായിരുന്നു. പിന്നെ നോർമലായിട്ട് ഒരു വീട്ടിലിടാനുള്ള ഡ്രസ്സുകളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റൂമിലുള്ള ഒരാൾ നാട്ടിൽ എന്തൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ലീവ് അടിച്ച് പോരുന്നു കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് സാധനങ്ങൾ പുറത്ത് പോയിട്ട് വാങ്ങാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. രാത്രിയോട് രാത്രി അവർ സാധനങ്ങൾ ഉള്ള റൂമിൽ വാങ്ങി വെച്ച സാധനങ്ങൾ, അതായത് പ്രവാസികൾ ഓൾറെഡി അങ്ങനെ തന്നെയാണല്ലോ. ഓരോ പ്രാവശ്യം ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങി കടയിൽ കയറി ഇറങ്ങുന്ന സമയത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങി റൂമിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് പിന്നെ ആരെങ്കിലും വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു നാട്ടിൽ വരുന്ന സമയത്തോ അതങ്ങനെ കാർട്ടൂണിലാക്കിയിട്ട് കൊണ്ടുവരാണല്ലോ ചെയ്യുക. അപ്പം അങ്ങനെ റൂമിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ കൂടിയിട്ട് ആക്കി വിട്ടതാണ് കേട്ടോ. കാരണം നാട്ടിൽ വരുന്ന ആൾക്ക് ഒരുപാട് സാധനങ്ങളൊന്നും കൊണ്ടുവരാനില്ല, പെട്ടെന്ന് വരുന്നതല്ലേ, അതുകൊണ്ട് തന്നെ. അപ്പോൾ പിന്നെ എന്താ സാധനങ്ങൾ കൊടുത്തു വിടാറുണ്ട്, കൊടുത്തു വിട്ടതാണ് കേട്ടോ. പിന്നെ ആലപ്പുഴ ഉള്ള ആളായിരുന്നു. അപ്പോൾ അവിടുന്ന് പിന്നെ അയാൾ ഇങ്ങോട്ട് കൊറിയർ ചെയ്ത് തന്നതാണ് കേട്ടോ. അപ്പോൾ അതാ പിന്നെ നമുക്കിതാ കിട്ടിയത് സെറ്റ് ഗ്ലാസ്സുകളാണ് കേട്ടോ. അപ്പോൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും മൂപ്പര് വരുന്ന സമയത്ത് ജ്യൂസിൻ്റെ ഗ്ലാസ് വലിയ സൈസ് ജഗ് പോലത്തെ അങ്ങനത്തെ ഗ്ലാസ്സുകളാണ് കേട്ടോ കൊണ്ടുവരല്. അപ്പോൾ അവിടെ ചായ കുടിക്കുന്ന ഗ്ലാസ് അതാണ് പറയുക. അപ്പോൾ ഞാനിവിടെ പറയും നമ്മൾ ജ്യൂസ് കുടിക്കാനല്ല അങ്ങനത്തെ വലിയ ഗ്ലാസ് എടുക്കുക. അപ്പോൾ ഇപ്രാവശ്യം അതുകൊണ്ട് തോന്നുന്നു 2-3 സെറ്റ് ചായക്കപ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള കപ്പുകൾ തന്നെ. പിന്നുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് വീട്ടിൽ സാധാരണ ഇടാൻ പറ്റിയ ടീഷർട്ടുകളും അതിനുള്ള പാൻറ്റുകളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെയും പറയണത് ഇങ്ങോട്ട് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വാങ്ങിയ സാധനങ്ങളൊന്നല്ല, ഓരോ പ്രാവശ്യമായിട്ട് റൂമിൽ വാങ്ങി വെച്ച സാധനങ്ങളൊക്കെ കൂടിയിട്ട് പാക്ക് ചെയ്ത് കൊടുത്തു വിട്ടതാണ്. അപ്പോൾ എങ്ങനത്തെ സാധനങ്ങളായാലും നമുക്കിവിടെ കിട്ടുന്ന സമയത്ത് ഭയങ്കര സന്തോഷമല്ലേ. കാരണം നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൊടുത്തു വിടുക എന്ന് പറയുമ്പോൾ അത് എത്ര വില കുറഞ്ഞ സാധനമായാലും എത്ര വില കൂടിയ സാധനമായാലും കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. തിരിച്ചും അതുപോലെ തന്നെ അങ്ങനെ തന്നെയാണ്. നമ്മൾ ഇവിടുന്ന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ നാട്ടിൽ നിന്ന് അങ്ങോട്ട് കൊടുത്തു വിടുകയാണെന്ന് പറഞ്ഞാൽ അവിടെ കിട്ടുമ്പോൾ അവർക്കും ഭയങ്കര ആകാംക്ഷയും കൗതുകമൊക്കെയാണ് കേട്ടോ. അതിന് തുറക്കുന്ന സമയത്തൊക്കെ അതേ അവസ്ഥ തന്നെയാണ് ഇവിടെ. അപ്പോൾ ഇനായക്കുട്ടി ആദ്യമായിട്ടാണ്. കാരണം ഇനായക്കുട്ടി ഉണ്ടായിട്ട് പിന്നെ അവൾ വാപ്പച്ചി നാട്ടിൽ വന്നിട്ടില്ല, 2 വർഷം കഴിഞ്ഞു. അപ്പോൾ അവളെ ഗർഭിണിയായിരുന്ന സമയത്ത് പോയതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് സാധനങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നൊക്കെ അവൾ ചെറിയ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അതിലൊക്കെ പറഞ്ഞാൽ ഒരുപാട് ചോക്ലേറ്റുകൾ ഉണ്ടാവാറ്. ഇപ്രാവശ്യം മുട്ടായി കുറവാണ്. ആദ്യം പറഞ്ഞിട്ടായിരുന്നു മുട്ടായികൾ കൂടുതലില്ലെന്ന്. കാരണം അവർക്ക് വാങ്ങാനുള്ള സമയമൊന്നും കിട്ടിയില്ല, പെട്ടെന്നായത് കാരണം കൊണ്ട് കേട്ടോ. അപ്പോൾ ഉള്ള സാധനങ്ങളെ കൊടുത്തു വിട്ടിട്ടുള്ളത്. പിന്നെ അത് അടുത്തതായിട്ട് വീണ്ടും ഒരു ചായക്കപ്പിൻ്റെ സെറ്റ് തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള കപ്പുകൾ തന്നെ ഉണ്ടായിരുന്നത്. നല്ല ഇഷ്ടമായിട്ടോ. അപ്പോൾ നമ്മൾ ഈ നായക്കുട്ടിയിൽ അടിയിലെ ഡ്രസ്സുകളൊക്കെ എടുക്കുമ്പോൾ ഓൾക്കാണെന്നും പറഞ്ഞിട്ട് ഓരോന്നൊക്കെ വെച്ച് എടുക്കണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കിട്ടിയ ഡ്രസ്സുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ 3 ആൾക്കും കറക്റ്റ് അളവുള്ള സാധനങ്ങളാട്ടോ. അപ്പോൾ മൂപ്പർക്ക് തന്നെ അത്ഭുതമായി. കാരണം ഞാൻ അങ്ങനെ വാങ്ങിയിട്ട് എങ്ങനെ ഇവർക്ക് അളവ് കറക്റ്റായി എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഓരോ മനഃപൂരിത്തമായിരിക്കാമല്ലേ. അപ്പോൾ റിയക്ക് കുറേ ടീഷർട്ടുകളും പാൻറ്റുകളും ഉണ്ട്. അതേപോലെ ദിയക്ക് പറ്റിയതുണ്ട്. പിന്നെ നമ്മൾ ഈ നായക്കുട്ടിക്കുള്ളതും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഈ നായക്കുട്ടിനെ കണ്ടിട്ട് പോലുള്ള നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ എന്നാലും അവൾക്ക് പാകമായിട്ടുള്ള ടീഷർട്ടും പാൻറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ കുറച്ച് ഈത്തപ്പഴത്തിൻ്റെ ബോക്സുകളുണ്ട്. അതൊക്കെ ഈ നായക്കുട്ടി എടുത്തിട്ട് പോകുന്നുണ്ട്. പിന്നെ അതൊക്കെ നമുക്ക് സാധാരണ നൈറ്റ് ഡ്രസ്സായിട്ട് വീട്ടിലിടാൻ പറ്റുന്ന പാൻറ്റുകളും അതിനുള്ള ടീഷർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റിയക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ലൂസായിട്ട് കനം കുറഞ്ഞ ടീഷർട്ടുകളൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ തന്നെയാണ് കുറേ കൊടുത്തയച്ചിട്ടുള്ളത്. വീണ്ടും നമുക്കിത് ഒരു കപ്പിൻ്റെ സെറ്റും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 3 സെറ്റ് കപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഇതാ നമുക്ക് ബോഡി ലോഷനാണ് കേട്ടോ.
ഇവിടെ ആരും അങ്ങനെ ഉപയോഗിക്കുന്നില്ല, പക്ഷെ മൂപ്പര് വരുന്ന സമയത്താരും കൊടുത്തേക്കാണെന്നുണ്ടെങ്കിൽ ഈ സാധനങ്ങളൊക്കെ ഒരുപാട് കൊടുത്തേക്കലുണ്ട്. പിന്നെ നമ്മളത് ഫെയറിയാണ്. പിന്നെ ഇതാണ് ആകെ ഒരു ഒരു പാക്കറ്റ് ചോക്ലേറ്റ് ഉള്ളത് കേട്ടോ. അത് ഭയങ്കര സങ്കടമായി ഒരുക്കും, കാരണം മിഠായിക്കല്ലേ കൂടുതൽ ഇഷ്ടമുണ്ടാകും കുട്ടികൾക്ക്. പിന്നെ നമ്മുടെ സോപ്പിൻ്റെ സെറ്റാണ് ലെക്സിൻ്റെ. അപ്പോൾ സോപ്പിൻ്റെ സെറ്റൊക്കെ ഇനി വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒരുപാട് കൊടുത്തേക്കാനും പറ്റില്ല. ഇതന്നെ കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് നല്ലൊരു സംഖ്യ ചിലവായി എന്ന് പറയുന്നത്. ഇതാണ് പ്രവാസികളുടെ അവസ്ഥ. അവിടുന്ന് ഒരു എന്തൊക്കെ സാധനങ്ങൾ കുറച്ച് വാങ്ങിക്കഴിഞ്ഞാലും പെട്ടിയിലാക്കുന്ന സമയത്ത് ഒരുപാട് സാധനങ്ങളാണ്, വെയിറ്റ് കൂടും. പിന്നെ അത് അയക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ പൈസ കൊടുക്കുകയൊക്കെ വേണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അത്രയും പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് അത്രയും സാധനങ്ങൾ കിട്ടൂലെന്ന്. പക്ഷേ അങ്ങനെ പറഞ്ഞാലും നമുക്കൊരു സന്തോഷമാണ് അവിടുന്ന് കൊടുത്തയച്ച സാധനങ്ങളെന്ന് പറയാനും കാണാനും വേണ്ടിയിട്ട് അല്ലേ. പിന്നെ കാര്യമായിട്ടുണ്ടായിരുന്നത് ഇതൊരു ബോക്സാണ് കേട്ടോ. ഇത് നമ്മളെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളാണ്, ഗ്രാനൈറ്റ് ടൈപ്പുള്ള പാത്രങ്ങൾ. ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി, കാരണം ഇത് മുന്നേ മൂപ്പര് വിളിച്ചപ്പോൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ബോക്സ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഗ്രാനൈറ്റ് ടൈപ്പ് ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇങ്ങനെ 3 പാത്രങ്ങളും പിന്നെ ഫ്രൈ പാനും അതിനൊരു കയ്യിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനാണ് അൺബോക്സ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ വിചാരിച്ചു തുറന്നു നോക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള ചെറിയൊരു പാത്രത്തിന് ചെറിയൊരു ഞെളുക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു ഇത്രയും സേഫായിട്ട് വിട്ടിട്ട് എങ്ങനെ സെൻറ്ററിലുള്ള പാത്രത്തിന് മാത്രം ഇങ്ങനെ ഞെളുക്കം വന്നതെന്ന് ചോദിച്ചപ്പോൾ മൂപ്പര് പറയണം, മൂപ്പര് പെട്ടി കടയിൽ നിന്ന് വാങ്ങുമ്പോൾ തുറന്ന് നോക്കിയിട്ടേ ഇല്ല അത്രേ. അതാണ് ആള്. അവിടുന്ന് കടയിൽ നിന്ന് വാങ്ങിയിട്ട് ഇത് സംഭവം നമ്മൾ തുറന്ന് നോക്കുമല്ലോ എങ്ങനെ എന്താണെന്നുള്ള, അങ്ങനെ നോക്കിയിട്ടില്ല. കടയിൽ കണ്ടു, അങ്ങനെ ഒരു ബോക്സ് എടുത്ത് റൂമിൽ കൊണ്ടുവന്ന് വെച്ചു എന്നല്ലാതെ ഇതെന്താണ് എങ്ങനെയെന്നുള്ളതൊന്നും തുറന്ന് നോക്കിയിട്ടില്ല പറഞ്ഞു. അപ്പോൾ ഓൾറെഡി ആ പെട്ടിയിൽ ഉണ്ടാകുമ്പോൾ തന്നെ ഉള്ള ഒരു ഞെളുക്കാണ് സംഭവം കേട്ടോ. ചെറിയൊരു ഞെളുക്കം തന്നെ ഉള്ളൂ, ഒരുപാട് കാര്യമായിട്ടുള്ളതൊന്നുമല്ല എന്നാലും. അപ്പോൾ ഇതാ നല്ല പാത്രങ്ങളായിരുന്നു കേട്ടോ. അതിന് 3 പാത്രത്തിന് 3 അടപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഫ്രൈ പാൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇത് കിട്ടുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് ഇങ്ങനെ ഒരു സെറ്റ് വാങ്ങിയിട്ടായിരുന്നു കേട്ടോ. അതിന് കുറച്ച് ചെറിയ അളവിലുള്ളത്, പക്ഷേ ഗ്രാനൈറ്റ് ടൈപ്പ് അല്ല. അപ്പോൾ ഇങ്ങനെ ഗ്രാനൈറ്റ് ടൈപ്പ് ആയപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി, കാരണം എൻ്റെ അടുത്തില്ലാത്ത സാധനമാണല്ലോ. അപ്പോൾ കാര്യപ്പെട്ട സാധനങ്ങളൊന്നും അല്ല, എന്നാലും കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാനിത് വെറുതെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്, മൂപ്പർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് തുറക്കുന്ന സമയത്ത് ഈ നായൻ്റെ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് നിങ്ങളും കൂടിയും കാണട്ടെ എന്ന് വിചാരിച്ചിട്ടതാണ്. ഇതിൽ വലിയ കാര്യമായിട്ടുള്ള കാര്യമൊന്നുമില്ല. അപ്പോൾ അത്യാവശ്യം നല്ല പാത്രങ്ങൾ തന്നെയാണ് കേട്ടോ. പാത്രങ്ങൾ എനിക്ക് നല്ല ഇഷ്ടമായി, കാരണം പെണ്ണുങ്ങളല്ലേ പാത്രങ്ങളും ഗ്ലാസ്സുകളും ഇതുകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെടാതിരിക്കൂലല്ലോ അല്ലേ. അപ്പോൾ മൂപ്പർക്ക് ഗ്ലാസ്സുകൾ ഭയങ്കര ഇഷ്ടമാട്ടോ. എപ്പോൾ വരുമ്പോഴും ഉണ്ടാവും 3-4 സെറ്റ് ജ്യൂസിൻ്റെ ഗ്ലാസ്സൊക്കെ കൊണ്ടിട്ടുണ്ട്. ഇപ്രാവശ്യം എന്തായാലും ചായക്കപ്പാണെന്ന് മാത്രം. അപ്പോൾ ഇതൊക്കെയാണ് മൂപ്പര് കൊടുത്തുവിട്ട സാധനങ്ങൾ, നമുക്ക് കിട്ടിയ സാധനങ്ങൾ കേട്ടോ. അപ്പം നമ്മൾ ഇനായക്കുട്ടി ഇതാ സാധനങ്ങളൊക്കെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് വാരി വലിച്ചിട്ട് നോക്കി, ഓൾക്ക് ഇഷ്ടമാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഇട്ട് നോക്കുന്നുണ്ട്. പിന്നെ ഷോക്കേസിൻ്റെ ഗ്ലാസ്സിൽ പോയിട്ട് നോക്കണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രക്കുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കും. ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.